അങ്ങനെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ എൻ്റെ ഡെയിലി റൂട്ടീനിലോട്ട് കിടക്കുവാണ്. രാവിലെ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. മോളത് കഴിക്കാത്തതുകൊണ്ട് അവൾക്കൊരു പഴം പുഴുങ്ങിയതും കൂട്ടിയാണ് പുട്ട് കൊടുത്തത് കേട്ടോ. ടി വിയുടെ മുമ്പിലിരുന്നല്ലാണ്ട് ആൾ ഫുഡ് കഴിക്കത്തേ ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരാനുണ്ടായിരുന്നേ. അപ്പോൾ അതിനൊക്കെ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് അധികം ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ വണ്ണം വെച്ചിട്ടുണ്ടോ എന്ന് ചെറിയൊരു സംശയം, കാരണം ഞാൻ ഇച്ചിരി പുട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പുട്ടും പയറുകറിയും കൂടി കൂട്ടി. പിന്നെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് പഠിച്ചതിന് ശേഷം ബാക്കി പണികളിലോട്ട് കിടക്കുവാണ്. പായസം ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിരിക്കുന്നതാണ് കേട്ടോ, പരിപ്പ് പായസം. പിന്നെ പുള്ളി പോയിട്ട് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നന്നാക്കിയ മീനായതുകൊണ്ട് തന്നെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. അയിലയും അതുപോലെ തന്നെ കിളിമീനുമാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിത് കറി വെക്കാനും വറുക്കാനൊക്കെ നോക്കാം. ഞാൻ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുളിയാണ് കേട്ടോ, കുടംപുളി. നല്ല പുളിയുള്ള കുടംപുളിയാണ്, അതുകൊണ്ട് ഇച്ചിരി എടുത്തിട്ടുള്ളൂ. പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി താളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചട്ടിയിലിട്ട് താളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മീൻ കറി ഉണ്ടാക്കാനൊക്കെ ഞാൻ പറയേണ്ട. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കിളിമീനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ അടുക്കളയിൽ നിന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞാനൊരു സർപ്രൈസ് കണ്ടുപിടിച്ചത്. നമ്മുടെ തൊട്ടടുത്ത പറമ്പിൽ ഒരു മയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. പെൺമയിലാണ്, പീലിയൊക്കെ തീരെ കുറവാണ്, പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ആളവിടെ എന്തോ കാര്യമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കുറേ നേരമായും തോന്നുന്നു വന്നിട്ട്, ഞാനിപ്പോഴാണ് കണ്ടത്. പിന്നെ കുറേ നേരം അത് നോക്കി നിന്നു. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അവിടെ കാടൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണോ വന്നതെന്ന് അറിയില്ല. പിന്നെ ഞാൻ എൻ്റെ കുക്കിങ്ങിലായിട്ട് തിരിഞ്ഞു. പിന്നെ വേഗം തന്നെ പോയി കുളിച്ച് റെഡിയായി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമുക്കിന്ന് സ്പെഷ്യൽ മീൻ കറി, മീൻ വറുത്തത്, പയറ് കറി, പിന്നെ ഉള്ളിക്കറി എല്ലാം കൂടി കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ ലാസ്റ്റ് പായസവും പപ്പടവും കൂടി കഴിച്ചു. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്